ചെകുത്താന്റെ പ്രണയം. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ശേഷ എന്താ ഇവിടെ നടക്കുന്നത്? ആ ഡീൽ 1-2 രൂപയുടേതല്ല, 2500 കോടി രൂപയാ. നീയല്ലേ പറഞ്ഞത് എല്ലാം ഓക്കെ ആണെന്ന്? എന്നിട്ട് അവസാനം എന്തായി? ആ ഡീൽ AD ഗ്രൂപ്പിനല്ല കിട്ടിയത്. ഒരു നിമിഷം ശേഷക്കും അനന്തരം ആൽഫ്രഡിന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഭയം തോന്നി. നിങ്ങൾ ഇരുവരിങ്ങനെ മൗനം പാലിച്ചു നിന്നാ എൻ്റെ ബിസിനസ്സിലെ പാർട്ട്നേഴ്സാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും. അറിയാലോ നിങ്ങൾക്ക് ഈ ആൽഫ്രഡിനെ ശരിക്കും. ഐ നീഡ് ആൻ ആൻസർ. എന്താ അടുത്ത പ്ലാൻ? ആ ഡീല് നമ്മുടെ കയ്യിലേക്ക് തന്നെ എത്തിച്ചേരണം. അതിനെന്താണ് വഴി? അതുമാത്രം നിങ്ങളിപ്പോൾ പറഞ്ഞാൽ മതി. അത് പിന്നെ ആൽഫ്രണ്ട്, ഞങ്ങൾ കരുതിയ പോലെ അല്ല അഗ്നി. അഗ്നിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ബിസിനസ് ലോകത്തുള്ളവർ അവനെ വിളിക്കുന്നത് ഡെവിളെന്നാ. അവൻ എന്താഗ്രഹിച്ചോ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അവൻ്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ആരാണെങ്കിലും വെട്ടി വീഴ്ത്തുക തന്നെ ചെയ്യുന്ന കേട്ടറിഞ്ഞത്. പക്ഷേ ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശേഷൻ അഗ്നിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പം അവൻ്റെ വിശേഷങ്ങൾ കേട്ടപ്പോൾ നിങ്ങളങ്ങ് പേടിച്ച് പറിച്ചു പോയോ? നോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അവനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിലും ഞങ്ങളെന്തിനാ അവനെ പേടിക്കുന്നത്? സത്യത്തിൽ നീ വരുന്നതിന് മുന്നേ തന്നെ അവനെ തകർക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ശേഷ ആൽഫ്രഡിനോടായി പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്ലാനിങ് എല്ലാം അവിടെ തന്നെ എടുത്തു വെച്ചേക്കോ. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അവൻ അഗ്നി ചെകുത്താനാണെങ്കിൽ ഞാൻ രാക്ഷസനാ. ദയ അതെൻ്റെ ഡിക്ഷണറിയിൽ പോലുമില്ല. ശേഷ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊരു കൊലക്കൊമ്പന് അടിതെറ്റുന്നൊരു സമയമുണ്ട്. തൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതും താൻ ഏറെ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ. അങ്ങനെ വല്ലതും ഉണ്ടോ ഈ ചെകുത്താന്? യെസ്, ഓഫ് കോഴ്സ്. അഗ്നി വിവാഹിതനാണ്, ഭാര്യയും കുഞ്ഞുണ്ട്. വാവ്, റിയലി ദാറ്റ് എ ഗുഡ് ന്യൂസ്. ആൽഫ്രഡിന്റെ കണ്ണുകൾ ഇരയെ കയ്യിൽ കിട്ടിയ വേടന്റെ മുഖഭാവത്തിലൊന്ന് തിളങ്ങി. കൂടെ നിൽക്കുന്ന ഗാർഡ്സിൽ ഒരാളോട് പ്രൊജക്ടർ ഓൺ ചെയ്യാൻ ശേഷം പറഞ്ഞു. അയാൾ ചെന്ന് പ്രൊജക്ടർ ഓൺ ചെയ്തു. ഇതാണ് അഗ്നിയുടെ ഭാര്യ വൈഗ, പിന്നെ ഇത് മകൻ ആദിദേവ്. ഇതാണ് അഗ്നിയുടെ വലം കൈ ടോണി, പിന്നെ ഇതവൻ്റെ ഭാര്യ രേവതി. പിന്നെയുണ്ട് കുറച്ച് പേര്, പക്ഷെ അവരോടൊന്നും അത്രയ്ക്ക് വലിയ അടുപ്പൊന്നും അഗ്നി വെച്ച് പുലർത്തുന്നില്ല. ഒരു നിമിഷം പ്രൊജക്റ്റിൽ തെളിഞ്ഞാർന്ന വൈഗയും കുഞ്ഞിൻ്റെയും മുഖത്തേക്കായിരുന്നു ആൽഫ്രഡിന്റെ കണ്ണുകൾ നീണ്ടത്. ആൽഫ്രഡിന്റെ മുഖത്ത് വരുന്ന പൈശാചികതയിലേക്ക് ഒരു ഭയത്തോടെ ശേഷനും അനന്തനും നോക്കി നിന്നു. അരിയട്ട പതിയെ. എനിക്കൊന്നുമില്ല ബാനു, ചെറുതായിട്ട് തറയുന്നു പൊട്ടി. നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവണ്ട. അല്ല, അനന്തനും ശേഷൻ ഇവിടെ? ഞാൻ ലണ്ടനിൽ നിന്നും പാഞ്ഞു വന്ന എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞോണ്ടാ. എവിടെ നിന്റെ ചേച്ചിയുടെ സൽപുത്രി? എവിടെയോ കിടന്ന ദരിദ്രവാസി പെണ്ണിന് കോടികളുടെ സ്വത്തോ അനുവദിച്ചു കൊടുക്കില്ലേ ഹരികൃഷ്ണൻ? എല്ലാം എൻ്റെ വാസുകി മോൾക്കും ശേഷനും കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഇരുന്നായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഈ സമയമാണ് അനന്തനും ശേഷൻ അവിടെ കയറി വന്ന്. അച്ഛാ, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? അനന്തൻ അയാളുടെ അരികിലായി വന്നിരുന്നുകൊണ്ട് അയാളോട് ചോദിച്ചു. ഒരു നിമിഷം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ ഹരികൃഷ്ണന്റെ മുഖം കണ്ടതും അനന്തനും ശേഷനും ഒന്ന് പരിങ്ങി. എൻ്റെ സുഖവിവരങ്ങൾക്കുള്ള മറുപടി പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. എനിക്കറിയേണ്ടത് സ്വത്തുക്കൾ കൈവിട്ടു പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണിപ്പോൾ ചെയ്തിരിക്കുന്നതെന്നാണ്. അവൻ വന്നോ ആൽഫ്രഡ്? വന്നു വെച്ചാ. ആൽഫ്രഡ് എന്തൊക്കെയോ തീരുമാനം മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മിക്കവാറും അഗ്നി എന്ന വൻമനം കടപുഴകി ഏത് നിമിഷം വേണമെങ്കിലും വീഴും. ഞങ്ങൾക്ക് തോന്നുന്നത് ആൽഫ്രഡിന്റെ ലക്ഷ്യം വൈകിയും കുഞ്ഞുവാണെന്നാ. ആണോ? ആൽഫ്രഡ് അങ്ങനെ പറഞ്ഞു മക്കളെ? അത് ചോദിക്കുമ്പോൾ ഭാനുമതിയുടെ കണ്ണിൽ സന്തോഷം അലതല്ലുന്നുണ്ടായിരുന്നു. ചത്തു തൊലയണം അവൾ അവിടെ, ആ കുഞ്ഞു. പിന്നെ അഗ്നിയുടെ കാര്യം അത് ആൽഫ്രഡ് നോക്കിക്കോളും. എന്തായാലും എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ചത്തു തുറഞ്ഞ കൊച്ചുമക്കൾക്ക് എൻ്റെ അച്ഛനും അമ്മയെന്ന് പറയുന്ന കിളവനും കിളവി എങ്ങനെ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് എനിക്കത് കാണണം. മോനെ ശേഷ എൻ്റെ വാസുകിയുടെ മേൽ കൈവച്ചവൻ അഗ്നി. എൻ്റെ മോളെ തല്ലിയോ? അത് കേട്ടപ്പോൾ ഹരി വേദനയെല്ലാം മറന്ന് ബെഡിൽ നിന്ന് ദേഷ്യം കൊണ്ട് എഴുന്നേറ്റ് പോയി. അനന്തന്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു. പിന്നീട് ഭാനുമതി ഒന്നും മറച്ചു വെക്കാതെ അവരോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു. മോനെ ശേഷ, ആൽഫ്രഡിനോട് പറയും അഗ്നിയെ പെട്ടെന്നൊന്നും കൊല്ലരുതെന്ന്. ഇഞ്ചിഞ്ചായിട്ടേ കൊല്ലാൻ പാടുള്ളൂ. എൻ്റെ മകളെ തല്ലിയേക്കായി ഇനി ആർക്ക് നേരെയും പൊങ്ങാൻ പാടില്ല. അതിന് വേണ്ടത് കൂടി അവനോട് ചെയ്യാൻ പറയണം. പറയാച്ചാ. പിന്നെ അച്ഛാ, ആൽഫ്രഡിൻ്റെ ഒരു രീതി വെച്ച് അവൻ സമയവും സന്ദർഭവും നോക്കിയിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ അഗ്നിയുടെയും വൈകിയുടെയും മൂവ്മെൻറ്റ്സ് അറിയാൻ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എല്ലാം കൊണ്ട് ഒത്തുചേരുന്ന ഒരു സമയം നോക്കി നമുക്ക് അവനിട്ട് പണിയാം. അതുവരെ അച്ഛനും അമ്മയും കാത്തിരിക്കണം.
അത് നീ പറഞ്ഞത് ശരിയാ മക്കളെ, കാത്തിരിക്കാം അഗ്നിയുടെ പതനത്തിന് വേണ്ടി. അമ്മു കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ അവൾക്ക് അവളുടെ ശരീരമെല്ലാം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. ആലസ്യം കൊണ്ട് അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. താഴേക്ക് നോക്കുമ്പോൾ തൻ്റെ നഗ്നമായ മാറിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കുന്ന അഗ്നിയാണ് അവൾ കാണുന്നത്. വൈകൊന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ ഗാഠമായ ഉറക്കത്തിലാണെന്ന്. അലസമായി കിടക്കുന്ന അവൻ്റെ മുടിയിഴകൾ തൻ്റെ കൈവിരലുകളാൽ മാടി ഒതുക്കി കൊടുത്തു വൈക. തൻ്റെ മാറിലെ ചൂടും പറ്റി കുഞ്ഞുകുട്ടികളെ പോലെ മയങ്ങുന്ന അവനെ കണ്ടതും വൈകക്ക് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി അവനോട്. കുറച്ചു മുന്നേ തങ്ങൾക്കിടയിൽ നടന്ന പ്രണയവേഴ്ചകളെ കുറിച്ച് ഓർത്തതും വൈകയുടെ മുഖം നാണത്താൽ ചുവപ്പ് രാശി വളർന്നു. അവൾ തൻ്റെ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് അവന് ഉമ്മ നിൽക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു, ലവ് യു എൻ്റെ ചെകുത്താനെ. എന്തെങ്കിലും തരാണ്ട് വേഗം താമോ, എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. തന്നെ നോക്കാതെ തൻ്റെ മാറിൽ കിടന്നുകൊണ്ട് തന്നോടായി പറയുന്നവനെ വൈക കണ്ണുകൾ മിഴിച്ചുകൊണ്ട് നോക്കിപ്പോയി. അഗ്നിപതി അവളുടെ മാറിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് വശ്യമായ പുൻസിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ തരുന്നില്ലേ? തേവിട്ട് മാറിയേ, എനിക്ക് കുളിക്കണം. നിമിഷ നേരം കൊണ്ട് വൈകയുടെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. അവളുടെ ചുവന്ന മുഖത്തേക്കും പിടക്കുന്ന കണ്ണുകളിലേക്കും അഗ്നി വശ്യമായ പുൻസിരിയോടെ നോക്കി നിന്നു. ഈ സമയം വൈക അവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ വെറുതെ ഒരു പാഴ്ശ്രമം നടത്തി. ആഹാ, അത്രക്കായോ? എന്നാ ഒന്ന് കാണല്ലോ, ഇവിടെ വാടി. മുന്നിലുണ്ടായിരുന്ന ബ്ലാങ്കറ്റ് എടുത്ത് അഗ്നി രണ്ടുപേരുടെയും തലവഴി മൂടി. പുതപ്പിനുള്ളിൽ നിന്ന് അപ്പോഴും നിശ്വാസങ്ങളും കുറുകലുകളും കേട്ടുകൊണ്ടേയിരുന്നു. അർജുൻ ഫോണിലൂടെ ആരോടോ സംസാരിച്ചുകൊണ്ട് പറമ്പിലൂടെ നടക്കുകയായിരുന്നു. അവൻ ദൂരെ ഫോണിലൂടെ സംസാരിച്ച് നടക്കുന്നത് ചിത്ര തൻ്റെ വീട്ടിൽ നിന്ന് കണ്ടു. ഇത് തന്നെ പറ്റിയ സമയം അജുവേട്ടനോടും സംസാരിക്കാൻ വേണ്ടി കുറേ കാലമായി കാത്തിരിക്കുന്നു. ഇന്നെന്തായാലും എനിക്ക് എൻ്റെ മനസ്സ് തുറന്നേ പറ്റൂ. അവൾ ഒന്നുകൂടെ കണ്ണാടിയിൽ നോക്കി. ഓക്കെ, എല്ലാം പെർഫെക്റ്റാണ്. അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം വിലയിരുത്തി. അമ്മേ, ഞാനൊന്ന് വൈക ചേച്ചി കണ്ടിട്ട് വരാം. അത് പറഞ്ഞ് അവരുടെ മറുപടി കാത്തിരിക്കാതെ ചിത്തിരപുരത്തേക്ക് ഇറങ്ങി ഓടി. ഓക്കെ ശരിയാ, ബാക്കിയുള്ള നീ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പറ, ഞാൻ വെക്കുക, ബൈ. ആരോടോ ഫോൺ സംസാരിച്ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞാൽ കാണുന്നത് ഓടിക്കിതച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചിത്രയാണ്. ചിത്തിരയെ കണ്ടതും അർജുൻ വീണ്ടും ഗൗരവത്തിലായി. എന്താ ചിത്ര ഓടിക്കച്ച് വന്നിരിക്കുന്നത്? ഗോപാലട്ടനോട് എന്തെങ്കിലും പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? അത് പിന്നെ അതല്ല അജുവേട്ടാ, എനിക്കൊരു കാര്യം. എന്താ വേഗം പറ, എനിക്ക് ഓഫീസിൽ പോകണം. അർജുൻ കുറച്ച് മുഷിച്ചിലോടെ അവളോടായി പറഞ്ഞു. അത് പിന്നെ ഞാൻ എടോ ചപ്രത്തലയാ, താൻ ഇവിടെ വിളിച്ചിരിക്കായിരുന്നോ? താൻ ഞാൻ എവിടേക്ക് അന്വേഷിച്ചു? എവിടെയാണോ എൻ്റെ ഫോണ്? തൻ്റെ മുമ്പിൽ ഉറഞ്ഞു തുള്ളുന്നവളെ നോക്കി അർജുനും ചിത്രയും കണ്ണുമീഴ്ച നോക്കി. സത്യത്തിൽ ചിത്രയ്ക്ക് അതിശയമായിരുന്നു വിനീതയ്ക്ക് എങ്ങനെയാണ് അർജുനോട് ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത്. തനിക്ക് പോലും അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുട്ടിടിക്കും. പക്ഷേ ഈ കുട്ടി അർജുൻ്റെ അലറിലാണ് ചിത്രയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. ചിത്ര ഞെട്ടിക്കൊണ്ട് അർജുനെയും വിനീതയും മാറി മാറി നോക്കി. അർജുൻ കലിപ്പിലാണെങ്കിൽ വിനീതയുടെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു. ചിത്ര, നിനക്ക് എന്തിനോട് പറയാനുണ്ടല്ലോ, എന്താ അത്? ചിത്രയോടായി അർജുൻ അങ്ങനെ ചോദിച്ചു എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ അത് പിന്നെ ഞാൻ ചിത്രയുടെ വിക്കിക്കൊണ്ടുള്ള സംസാരം കേട്ടതും അജുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അജുവിന്റെ മുഖഭാവത്തിൽ നിന്ന് ചിത്രയ്ക്ക് മനസ്സിലായി അവന് ദേഷ്യം വരുന്നുണ്ടെന്ന്. അത് പിന്നെ അജുവിനെ ഞാൻ മറന്നുപോയി, പിന്നെ പറയാം. അത്രയും പറഞ്ഞ് അവന്റെ മറുപടി കാത്തിരിക്കാതെ അവൾ അവിടെ നിന്ന് നടന്നകുന്നു. തിരികെ നടക്കുമ്പോൾ വിനീതയോട് ആദ്യമായി ചിത്രയ്ക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും ചിത്രേച്ചി എന്താ ഒന്നും പറയാതെ പോയി കളഞ്ഞത്? ദൂരെ ചിത്തിര നടന്നു പോകുന്ന നോക്കി വിനീത സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. തന്നെ നോക്കാതെ മറ്റെവിടേക്ക് നോക്കിക്കൊണ്ട് സ്വയം എന്തൊക്കെയോ സംസാരിക്കുന്ന വിനീതയെ കണ്ടതും അജുവിനാകെ വിറഞ്ഞു കയറി. അവന്റെ അലറില്ല അറിയാതെ തന്നെ പെണ്ണവന്റെ മുഖത്തേക്ക് നോക്കി. ഹോ, എന്തിനിങ്ങനെ കിടന്ന് അലർന്ന്? തന്റെ തൊട്ടടുത്തല്ലേ ഞാൻ നിൽക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി എന്നെ ഇടവും താനൊന്നും വിളിക്കരുതെന്ന്. എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? വിനീതയോട് സംസാരിച്ചുകൊണ്ട് തന്നെ അജു തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ കമ്പ് പൊട്ടിച്ചെടുത്ത് അവൾ അടിക്കാൻ തുടങ്ങി. സോറി അജു ഏട്ടാ, ഞാൻ ഇനി അങ്ങനെ വിളിക്കില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന വടിയിലേക്ക് അവനെയും മാറി മാറി നോക്കിക്കൊണ്ട് വിനീത പറഞ്ഞു. നിഷ്കളങ്കത മുഖത്ത് വാരി വിതറിക്കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ടതും അജുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അവനത് പുറമേ കാണിക്കാതെ അവളോട് പറഞ്ഞു, നിന്റെ പാട്ട ഫോൺ എൻ്റെ മുറിയിലുണ്ട്, വേണേ പോയി എടുത്തോ. ഇന്നലെ കാരണം ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നിന്നെ കാണാത്തതുകൊണ്ടാ ഞാൻ എൻ്റെ മുറി വെച്ച്. അവന്റെ പുച്ഛിക്കലും പാട്ട ഫോൺ എന്ന പറച്ചിലൊന്നും വിനീതക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അജുവിന്റെ കൈയുള്ള വടി കണ്ടതും അവളൊന്ന് ഉമ്മിനീരിറക്കി. പിന്നെ പറയാമെന്ന് അവൾ സ്വയം വിഴുങ്ങിക്കൊണ്ട് പതിയെ പുറകോട്ട് രണ്ടടി നടന്നു. ഒന്നും മിണ്ടാതെ പോകുന്നവളെ കണ്ടതും വല്ലാത്ത അതിശയം തോന്നിയിരുന്നു അവന്. അവൻ അവളെ നോക്കിക്കൊണ്ട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും പുറകിൽ നിന്ന് അവളുടെ വിളി വന്നത് ഒരുമിച്ചായിരുന്നു. എടോ ചപ്രത്തലയാ, എനിക്ക് തന്നെ പേടിയൊന്നുമില്ല, താൻ പോട് പ്രാന്ത.
അതിവേഗത്തിൽ ഓടിക്കൊണ്ടാണ് പെണ്ണ് വിളിച്ചു പോകുന്നത്. ഞാൻ ഇത്തവണ അജുവിന്റെ മുഖത്ത് ദേഷ്യത്തിന് പകരം പുഞ്ചിരി മുട്ടിട്ടിരുന്നു. ദേവേട്ടാ, ഞാനൊന്ന് അമ്പലത്തിൽ പോവാം, വേഗം പോയിട്ട് വരാവേ. ലാപ്പിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അഗ്നിയുടെ അടുത്തേക്കായി വന്നുകൊണ്ട് വൈക പറഞ്ഞു. നീ തനിച്ചാണ് അമ്മ പോകുന്നത്? അതെ ദേവേട്ടാ, ഇവിടെ അടുത്തല്ലേ കൃഷ്ണന്റെ അമ്പലം, ദേവേട്ടനെ അറിയില്ലേ? പിന്നെ രേവതിക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല, പാടില്ലാത്ത സമയമാണ്. എങ്കിലും പറയാ, സൂക്ഷിക്കണം അമ്മ, ചുറ്റും ശത്രുക്കളാണ്. പതിവിൽ കൂടുതൽ ഗൗരവത്തിൽ അഗ്നി അങ്ങനെ പറഞ്ഞതും എന്തൊക്കെയോ പുതിയ പ്രശ്നങ്ങൾ തങ്ങൾക്ക് ചുറ്റും തുടങ്ങിയിരിക്കുന്നതെന്ന് വൈകകം തോന്നി തുടങ്ങി. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ അവൾ ചിരിച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. മുത്തശ്ശിയോടുകൂടി യാത്ര പറഞ്ഞ് അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി നടന്നു നീങ്ങി. അല്പദൂരം നടന്നു തൻ്റെ പിറകിലാരോ തന്നെ പിന്തുടരുന്ന പോലെ വൈകക്ക് തോന്നി. വൈക പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അവിടെ ആരെയും കാണാൻ അവൾക്ക് സാധിച്ചില്ല. തൻ്റെ തോന്നലാവുമെന്ന് കരുതി അവൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു തുടങ്ങി. തറവാടിൻ്റെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ കുളക്കടവിൻ്റെ അടുത്തുള്ള ചെറുവഴിയിലൂടെയാണ് അവൾ നടന്ന് നീങ്ങുന്നത്. ആ ഭാഗത്ത് അങ്ങനെ ആളുകൾ ഉണ്ടാവാറില്ല. പക്ഷേ എളുപ്പത്തിൽ അമ്പലത്തിലേക്ക് എത്താൻ പറ്റിയൊരു കുറുക്കു വഴിയായിരുന്നു അത്. അതുകൊണ്ടാണ് വൈക ആ വഴി തിരഞ്ഞെടുത്ത്. ചെറിയൊരു ഭയം തോന്നിയെങ്കിലും അത് പുറത്തു കാട്ടാതെ അവൾ ധൃതിയിൽ വേഗത്തിൽ നടന്നു. പക്ഷേ പെട്ടെന്നാണ് പുറകിൽ നിന്നും ആരോ അവളുടെ മുഖം പൊത്തിയത്. കണ്ണുകൾ പതിയെ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു വൈക. അവൾക്ക് തലയെല്ലാം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. എന്താണ് തനിക്ക് സംഭവിച്ചെന്ന് അവൾക്ക് മനസ്സിലായില്ല. താഴ്ന്നുപോയ തൻ്റെ കണ്ണുകൾ പതിയെ വലിച്ചു തുറക്കാൻ അവളൊരു പാഴ്ശ്രമം നടത്തി നോക്കി. അതിൽ വൈക വിജയിച്ചു എന്ന് തന്നെ പറയാം. മുന്നിൽ തന്നെ കൊല്ലാൻ പാകത്തിൽ കണ്ണിൽ അഗ്നി നിറച്ചുകൊണ്ട് നിൽക്കുന്ന വാസുകിയെ കണ്ടതും ഒരു നിമിഷം വൈക ഞെട്ടിത്തരിച്ചു പോയി. വൈകയ്ക്ക് തൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി. ചുറ്റും നോക്കിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഉപയോഗശൂന്യമായി കിടക്കുന്ന തറവാട്ടിലെ മറ്റൊരു കുളക്കടവിലാണ് താൻ. ആരും അങ്ങോട്ടേക്ക് വരാറില്ല. അവിടെയാണ് താനിപ്പോൾ ഉള്ളത്. വൈക ഒരു പേടിയോടെ മനസ്സിലാക്കി തൻ്റെ മരണം അടുത്തു എന്ന്. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ വാസുകിയോട് ചോദിച്ചു, ചേച്ചി എന്താ ഈ കാണിക്കുന്നത്? എൻ്റെ കയ്യിൽ കെട്ടുകളഴിക്ക്, എനിക്ക് പോകണം. പേടി കൊണ്ട് വൈകിയുടെ ഇരു കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ ദേവേട്ടെങ്ങാൻ അറിഞ്ഞ ഓർമ്മയുണ്ടല്ലോ. വൈകയ്ക്ക് തൻ്റെ ഇരു കവിളുകളും നേറിപ്പോയിന്നായി തോന്നി. മുന്നിലേക്ക് നോക്കി അവൾ മുന്നിൽ നിൽക്കുന്ന വാസുകിയെ കണ്ടത് ഒരു നിമിഷം അരുന്ധതി ഓർമ്മ നോയി വൈകയ്ക്ക്. പേടിയാൽ അവൾ ഉമിനീരിറക്കിപ്പോയി. വാസുകി പാഞ്ഞു വന്ന് വൈകിയുടെ മുടിക്കുതിൽ പിടിച്ചുകൊണ്ട് അവളോടായി അലറിക്കൊണ്ട് ചോദിച്ചു, എന്താടി നീ നിന്റെ ദേവേട്ടന്റെ മാഹാത്മ്യം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താന്ന് കരുതിയോ? ഇത് ഞാനാടി വാസുകി. ഇതുവരെ ഒരാളിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിന്നിട്ടില്ല ഞാൻ. പിന്നെയാണോ നിന്റെ ദേവേട്ടന്റെ മുമ്പിൽ? അവനടിച്ച ഓരോ അടിയും ഞാൻ മനസ്സിൽ ഓർത്തു വെച്ചിട്ടുണ്ട്. എന്നെ അടിച്ച ആ കൈകൾ കൊണ്ട് തന്നെ ഞാൻ അവനെൻ്റെ ശരീരത്തെ തഴുകിപ്പിക്കും. ഒരു നിമിഷം വാസുകി അങ്ങനെ പറഞ്ഞത് വൈകി ആകെ തറഞ്ഞിന്ന് പോയി. അതേ, നീ ഇങ്ങനെ ഞെട്ടിരിക്കുന്നു വേണ്ട, എനിക്ക് വേണം എൻ്റെ അഗ്നിയെ. അതിനിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന നീയാ. ഇന്നത്തോടുകൂടി നീ എന്ന അധ്യായം ഞാൻ അവസാനിപ്പിക്കാം. വാടിയുടെ വൈകിയുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് വാസുകി വൈകിയെ കുളത്തിന്റെ അവസാന പടിക്കെട്ടിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയി. ആ എന്റെ കയ്യിൽ പിടിയേച്ചി. ബലമായി പിടിച്ചിരിക്കുന്ന തന്റെ കൈകൾ വാസുകിയിൽ നിന്ന് വേർപ്പെടുത്താൻ വൈക ഒരു വിഫല ശ്രമം നടത്തി. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ! വൈക തന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്ന പ്രതീക്ഷ അലറി വിളിച്ചു നോക്കി. മോളെ, നീ എന്താ ഈ ചെയ്യുന്നത്? ഇങ്ങനെയാണോ ഒരുവളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന്? പുറകിൽ നിന്ന് കേട്ട ശബ്ദം ശ്രവിച്ച വൈക പതിയെ തിരിഞ്ഞു നോക്കിയതും പടിക്കെട്ടിലായി നിൽക്കുന്ന ഭാനുമതി കണ്ട് അവളൊന്ന് വിറങ്ങലിച്ചു പോയി. ഈ സമയം ഭയപ്പാടോടെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ആ രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. ശ്വാസം പോലും എടുക്കാൻ മറന്നുപോയി ആ കണ്ണുകളുടെ ഉടമ. ആ കുളക്കടവിൽ നടക്കുന്ന കാഴ്ചകൾ കണ്ട് പേടിച്ച് വിറച്ച് നിന്നുപോയി. സ്വഭാവത്തിലേക്ക് വന്നവൾ അവന്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ! ഒരു നിമിഷം മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിനീതയെ കണ്ടതും അഗ്നിയും ഒന്ന് ഞെട്ടിത്തരിച്ചു പോയി. വൈക അപകടത്തിലാണെന്ന് മനസ്സിലായതും അഗ്നിയുടെ കണ്ണുകൾ ചുവന്നു, കവിളുകൾ തുടുത്തു. എന്റെ പെണ്ണിന്റെ ദേഹത്ത് കായ്വച്ച ഒരുത്തിനെയും അഗ്നി വെറുതെ വിടില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.